1973 രാജ്യത്ത് വന്ന ഒരു നിയമമാണ് ഫെറ എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. വിദേശത്തു നിന്ന് വരുന്ന പണത്തെ നിയന്ത്രിക്കുന്ന നിയമമാണത്. അപ്പോൾ ഔദ്യോഗികമായിട്ടൊക്കെ കൊണ്ടുവരാൻ കഴിയൂ. കള്ളപ്പണം, ഹവാല പണമൊന്നും കൊണ്ടുവരാൻ കഴിയില്ല, അങ്ങോട്ട് അയക്കാനും കഴിയില്ല. അങ്ങനെ ഫോറിൻ ഫണ്ട് റെഗുലേഷൻ്റെ ഒരു ആക്റ്റാണ്. അതുപോലെ തന്നെ 1999 ആയപ്പോൾ ഫെമ എന്ന് പറഞ്ഞ് മറ്റൊരു ആക്ട് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫെസിലിറ്റേറ്റ് എക്സ്റ്റേണൽ ട്രേഡ് ടു പേയ്മെൻറ്റ് എന്നാണ്. അതും ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്റ്റാണ് 99. 73 ഫെറ. ഈ രണ്ട് നിയമങ്ങളും അതിൽ ഒഫൻസ് വരുന്നത് രണ്ടും, ഒന്ന് ക്രിമിനൽ ഒഫൻസാണ്, മറ്റൊന്ന് സിവിൽ ഒഫൻസാണ്. അതായത് സിവിൽ ഒഫൻസ്, ക്രിമിനൽ ഒഫൻസ് എന്ന് പറയുന്നത് ഫെറ ആണ്, അത് ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ ഹവാല ഇടപാടും കണ്ടുപിടിച്ചാൽ ജയിൽവാസമാണ് അതിൻ്റെ വളരെ കോമൺ, ജയിലിൽ കിടക്കേണ്ടുന്ന ഒരു ശിക്ഷയാണ്. അതേസമയം മറ്റേതാണെങ്കിൽ കുറച്ചുകൂടി സിവിൽ കേസായിട്ടാണ് വരുന്നത്. അതിന് പിന്നെ മോണിറ്ററി പെനാൽറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫെമ ആണെങ്കിൽ ഇത്ര രൂപ അടയ്ക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കള്ളത്തരവ് കാണിച്ചാൽ അതിൽ രൂപ അടച്ച് രക്ഷപ്പെടാം, പെനാൽറ്റി അടച്ച് രക്ഷപ്പെടാം. പക്ഷേ ഹൈ പെനാൽറ്റി ആയിരിക്കും ഫോറിൻ രാജ്യങ്ങളായതുകൊണ്ട്. പക്ഷെ ഫെറ ആണെങ്കിൽ അങ്ങനെ പറ്റത്തില്ല, അത് കേസ് പറഞ്ഞ് തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷം, അല്ലെങ്കിൽ ഒരു വാർത്ത, അല്ലെങ്കിൽ ഒരു സംസാരം, വീണ വിജയനെതിരെ ഫെറ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ള പ്രകാരം കേസെടുക്കാൻ ED നീങ്ങുകയാണെന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. ഇത് കമ്പനി അല്ലെങ്കിൽ ഇത് സ്ഥാപനം, അവരുടെ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം കരിമണൽ കർത്തായിൽ നിന്ന്, KGR കർത്തായിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റിയെന്നർത്ഥം പറഞ്ഞ് തുടങ്ങി. അവസാനം ഇത് 85 ലക്ഷം രൂപയുടെ ഹവാല ഇടപാട് വരെ നടന്നു എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഓൺ ദ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ടു പ്രൂവ് ഇറ്റ്, അതായത് ഫെമയാണെങ്കിൽ ഫെമയിലാണ് വരുന്നതെങ്കിൽ ആരാണോ ഇത് കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ഏജൻസി ഇത് പ്രൂവ് ചെയ്യണം. പക്ഷേ ഫെറയിലാണെങ്കിൽ ചെറിയ വ്യത്യാസമുള്ളത്, ഇന്നസെൻസ് പ്രൂവ് ചെയ്യേണ്ടത് അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വീണ വിജയൻ അക്യൂസ്ഡ് ആണിപ്പോൾ, പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അല്ലെങ്കിൽ കേസെടുത്തിട്ടില്ലെങ്കിലും അവർ ആരോപിക്കപ്പെടുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് അവർ തന്നെയാണ് ഇതിൻ്റെ ശരി തെറ്റുകൾ തീരുമാനിച്ചുകൊണ്ട് വരേണ്ടത്. എന്തായാലും ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്റ്റും ഫോറിൻ മണി റെഗുലേഷൻ ആക്റ്റും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളാണ്. അത് അനുസരിച്ച് വന്നാൽ അത് കൃത്യമായി അപകടത്തിലേക്ക് പോകുന്ന നിയമമാണ്. എന്തായാലും വീണ വിജയനെ കാത്തിരിക്കുന്നത് ഇനി അറസ്റ്റും ജയിലും അടക്കമുള്ള എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് അറിയില്ല, നമുക്കറിയാത്ത കാര്യമാണ്. അതുപോലെ മുഹമ്മദ് റിയാസിൻ്റെയും 8 സുഹൃത്തുക്കളുടെ വീട്ടിൽ ഇന്നലെ റെയ്ഡ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പത്രം എന്താണെന്നറിയില്ല. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇനി ചോദ്യം ചെയ്യുമോ? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത്.